ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളൂ സോയ ചങ്ക്സ് മുട്ടയുമായിട്ടാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളത്തിൽ അത് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് വെച്ച് ഒന്ന് മൂടി വെച്ചു. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് അത് അതിലിട്ട് വെച്ചു. അതിനുശേഷം നമ്മുടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. അതിനുശേഷം നമ്മൾ ബട്ടറിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇതേ ബട്ടർ ഇട്ട് അതിലേക്ക് എല്ലാ സാധനങ്ങളും നമ്മളിത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സബോള, ഇഞ്ചി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് അതൊന്ന് വഴറ്റി നമ്മൾ അതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ സോയ ചങ്ക്സ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിക്സിയിലാണ് അത് ഇട്ടിട്ട് ഒരു കറക്ക് മിക്സിയിൽ ആ കറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മുട്ട നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതേ ഉടച്ചു. അതിൽ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടി നമ്മളിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ റെഡിയായപ്പോൾ അതിലേക്ക് ഇതേ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അത് ഇട്ട് അതൊന്നുകൂടി സെറ്റാക്കി അതിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഈ സോയ ചങ്ക് അടിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് മിക്സാക്കി അതിൻ്റെ സെൻറ്ററിൽ ഇതേ ഒരു പോർഷനാക്കിയിട്ട് ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് അതിൽ നമ്മൾ ആ മുട്ട കലക്കി വെച്ചത് അതിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ അത് സംഭവം സെറ്റ്. സോയ ചങ്ക്സ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തി, അതുപോലെ തന്നെ പൊറാട്ട, പിന്നെ നമ്മുടെ നൂലപ്പം എന്നീ വക സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഈ കറി മാത്രം മതി, സംഭവം സെറ്റ്. ചോറാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, സൂപ്പറാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.